ഹായ് ഫ്രണ്ട്സ്, +1 ഇംപ്രൂവ്മെൻറ്റ് വാലുവേഷൻ ഏകദേശം കംപ്ലീറ്റ് ആയി എന്നാണ് കഴിഞ്ഞ ദിവസം പല ടീച്ചേഴ്സിൽ നിന്നും അറിഞ്ഞിരുന്നത്. എന്നാൽ ഇന്നൊരു കുറച്ച് ടീച്ചേഴ്സിൽ നിന്ന് അറിയാൻ വേണ്ടി പറ്റിയത് മാത്തമാറ്റിക്സ് ഒത്തിരി കുട്ടികൾ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പലയിടത്തും മാത്തമാറ്റിക്സിൻ്റെ വാലുവേഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല എന്ന്. അതായത് +1 ഇംപ്രൂവ്മെൻറ്റ് മാത്സ് ചെയ്ത +2 കുട്ടികൾ മാത്സ് +1 എഴുതിയത് വളരെ കൂടുതലാണ്. അതുകൊണ്ട് മാത്സിൻ്റെ വാലുവേഷൻ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ കംപ്ലീറ്റ് ആവുന്നതേ ഉള്ളൂ, +2 തുടങ്ങിയിട്ടില്ല എന്നൊക്കെ പറയുന്നത് കേട്ടു. കേരളത്തിലെ എല്ലാ ജില്ലകളിലെയും എല്ലാ സബ്ജക്റ്റിൻ്റെയും ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ വാലുവേഷൻ കഴിഞ്ഞാൽ മാത്രമേ റിസൾട്ട് പബ്ലിഷ് ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് എന്തായാലും +1 ഇമ്പ്രൂവ്മെൻറ്റ് റിസൾട്ട് ഈ ആഴ്ചയൊന്നും വരാൻ സാധ്യതയില്ല. അടുത്ത ആഴ്ച വന്ന് കിട്ടിയാൽ ഭാഗ്യം. കാരണം ഈ ആഴ്ച ഇമ്പ്രൂവ്മെൻറ്റ് വാലുവേഷൻ പലയിടത്തും കംപ്ലീറ്റ് ആവുന്നേ ഉള്ളൂ. പ്രത്യേകിച്ച് മാത്സ് അതിലൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു. പിന്നെ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ റിസൾട്ട് വരുമ്പോൾ അത് മുൻകൂട്ടി ഡേറ്റ് പ്രഖ്യാപിച്ചുകൊണ്ടൊന്നും അല്ല വരിക. സാധാരണ അങ്ങനെ വരാറില്ല. SSLCയുടെയും 12ൻ്റെ +2ൻ്റെയും റിസൾട്ട് വരുമ്പോൾ മുൻകൂട്ടി ഡേറ്റ് അറിയിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി പബ്ലിഷ് ചെയ്യാറാണ്. അതേസമയം ഇമ്പ്രൂവ്മെൻറ്റ് റിസൾട്ടും +1ൻ്റെ റിസൾട്ടും ഒക്കെ അതിൻ്റെ പ്രോസസ്സൊക്കെ കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ ഒരു ദിവസം വെബ്സൈറ്റിൽ അങ്ങ് പബ്ലിഷ് ചെയ്യും. അപ്പോൾ നമുക്കെടുത്ത് നോക്കാൻ വേണ്ടി പറ്റും. അത്രയേ ഉള്ളൂ. അല്ലാതെ മുൻകൂട്ടി ഇമ്പ്രൂവ്മെൻറ്റ് റിസൾട്ട് ഇത്രാം തീയതി പബ്ലിഷ് ചെയ്യുന്നൊന്നും സാധാരണ അറിയിക്കാറില്ല. ഈ വർഷം ആദ്യമായിട്ടാണ് മാർച്ച് മാസത്തെ എക്സാമിൻ്റെ കൂടെ ഇമ്പ്രൂവ്മെൻറ്റ് നടക്കുന്നത്. അതുകൊണ്ട് ഒരുപക്ഷെ ഈ വർഷം അങ്ങനെ മുൻകൂട്ടി ഡേറ്റ് അറിയിച്ചുകൊണ്ടും വന്നേക്കാം. അതൊക്കെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന തീരുമാനമായിരിക്കും. സാധാരണ അങ്ങനെ മുൻകൂട്ടി ഡേറ്റൊന്നും അറിയിക്കാറില്ല. എല്ലാം കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ വെബ്സൈറ്റിൽ ഒരു ദിവസം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അങ്ങനെയാണ്. എന്തായാലും ഈ ആഴ്ച പ്രതീക്ഷിക്കേണ്ട എന്നാണ് തോന്നുന്നത്. കാരണം അങ്ങനെ വാലുവേഷൻ കംപ്ലീറ്റ് ആവുന്നേ ഉള്ളൂവെങ്കിൽ അതിനുശേഷം ടാബുലേഷൻ വർക്കും ഒക്കെ കംപ്ലീറ്റ് ചെയ്യാനുണ്ടല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം അറിഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തിയിരിക്കുന്നത്.